ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളിയൊരു ബീഫ് റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ബീഫ് കറി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാമേ. ഒരു 2 കിലോ ബീഫുണ്ട്. ബീഫൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളി വെച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത് വറക്കുന്നുണ്ട്. ബീഫ് കഴുകുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ട് ബീഫ് കഴുകി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ബ്ലഡെല്ലാം നന്നായി പോയി നന്നായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ തേങ്ങ ഇച്ചിരി ഒന്ന് വാടി വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 കുടം വെളുത്തുള്ളി, ഒരു വലിയ 2 കഷ്ണം, ഒരു 4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, കറിവേപ്പില ഒരു 2 തണ്ട്. ഇതിപ്പോൾ ഇച്ചിരി വാടിപ്പോയി കറിവേപ്പില. നല്ല ഫ്രഷ് കറിവേപ്പിലയാണെങ്കിൽ ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ടേരെ. കറിവേപ്പിലയൊക്കെ നമ്മൾ ബീഫിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പം ഞാനിതിലേക്ക് ഒരു 8 മീഡിയം സൈസിലെ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളെടുത്തോ. ഞാൻ ഈ ഉണ്ടാക്കിയ രീതിയിലുള്ള കറിയുടെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉള്ളിയൊക്കെ ഇട്ടൊന്ന് ചെയ്ത് നോക്കേ. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ സവാളയൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ കുറച്ചൊന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കിന് ഇതിലേക്ക് 2 ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത്തിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം സവാളയും ടൊമാറ്റോയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഉരുളിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ തീ ഒത്തിരി കുറച്ചിട്ടുണ്ട്. നിങ്ങളും അതുപോലെ തീ കുറച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനേ. ഞാനൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഒരു 4.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേ. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല. ബീഫിനൊക്കെ കുരുമുളക് പൊടി ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത് നല്ല ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചേർത്തോ കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യുന്നതൊന്ന് നിങ്ങൾ നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റായിരിക്കും. അപ്പം പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് തീ കുറച്ച് ചെറിയ തീയിൽ നമുക്ക് ഈ മസാലയെല്ലാം ഒരു 5 മിനിറ്റെങ്കിലും എടുത്തൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ ഏറ്റവും കുറഞ്ഞിരിക്കണം. കാരണം മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് പോയി ആ മസാലയൊക്കെ നല്ലൊരു കളർ പോലെ ദാണ്ടെ ഇതുപോലെ നല്ലൊരു കളറായിട്ട് വരണം. നല്ല മണം വരും നമുക്ക് ആ ഗരം മസാലയുടെയൊക്കെ. അപ്പോൾ ഞാൻ കുക്കറിൽ ബീഫ് ഒന്ന് വേവിച്ചെടുത്തായിരുന്നു. ആ വെള്ളത്തോടു കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒത്തിരി ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഏകദേശം ഒരു വെറ്റ് പോലെ എടുത്തേക്കുന്നത്. പിന്നെ ലാസ്റ്റിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണേ. ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ ബീഫിന് അത്ര ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കണം. മസാലയൊക്കെ നന്നായി ബീഫിൽ പിടിക്കണം. അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് വേവിച്ചു. അപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഞാനൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ഇട്ട് വരട്ടെ. അപ്പോൾ ഇത് ഇൻഡാലിയത്തിൻ്റെ പാത്രമായതുകൊണ്ട് ഇത്രയും ചാറിൽ ഞാൻ തീ ഓഫാക്കുക. കാരണം അതിലിരുന്ന് കുറേയും കൂടെ ഒന്ന് അത് വറ്റി വരും. അപ്പം നിങ്ങൾ എടുക്കുന്ന ആ പാത്രം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചാറ് കുറവ് മതിയെങ്കിൽ അതനുസരിച്ച് വറ്റിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ ഇനി ഇതിൽ ലാസ്റ്റിൽ ഇത്തിരി കടുക് വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിലയിടങ്ങളിൽ ബീഫിന് കടുക് ചേർക്കാറില്ല, കടുക് വറുത്ത് ചേർക്കത്തില്ല. പക്ഷേ ഇങ്ങനെ കടുക് വറുത്തൊന്ന് നിങ്ങൾ ചേർത്ത് നോക്കുക, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും ചേർത്ത് കറിവേപ്പില, ഒരു 10-15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവാളയിലും ചേർക്കാം. കൊച്ചുള്ളി ആകുമ്പം കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് വറ്റി വന്നായിരുന്നു. നിങ്ങൾക്ക് ഇതിനേക്കായി ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബീഫ് കറി, ബീഫ് റോസ്റ്റ് എന്ന് പറയാം. അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനമാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.